ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നമുക്ക് ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയാലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ് ഉഴുന്നുവട. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്നൊന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുതിർക്കുന്നതിന് മാത്രം കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 3-4 മണിക്കൂർ ഒന്ന് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ ശ്രമിക്കുക. പക്ഷേ കുതിർത്ത് നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ആ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാനൊന്ന് അതിനെ എടുത്ത് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ട് അരയണം കേട്ടോ, നല്ല മഷി പോലെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മാറ്റുമ്പോൾ നമുക്കൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഈ ഉഴുന്ന് മാത്രമല്ല, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, കുറച്ച് ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ ഫുള്ള് നമ്മുടെ അരിപ്പൊടിയില്ലേ, ഇടിയപ്പപ്പൊടി. അപ്പോൾ ആ ഇടിയപ്പപ്പൊടി, നമുക്ക് അപ്പത്തിൻ്റെയൊക്കെ പൊടി, അരിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം, അരിമാവ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഇത് സഹായിക്കും. പിന്നെ അതിലേക്ക് വേണ്ടത് കാബേജ് അല്ലെങ്കിൽ ക്യാരറ്റ്. അപ്പോൾ കാബേജ് ഇഷ്ടമല്ലാത്തവർക്ക് ക്യാരറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ക്യാരറ്റ്. നിങ്ങൾക്ക് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ചെറിയ ക്യാരറ്റ് മാത്രം മതിയാകും. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് പച്ചമുളക്, നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ ഒത്തിരി പച്ചമുളക് ഇടാതിരിക്കുന്നതാകും നല്ലത്. കാരണം അവർ കടിക്കുമ്പോഴൊക്കെ ഈ പച്ചമുളക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ചെറിയ സവാള, അത് ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി. നമ്മുടെ ഉഴുന്ന് എത്രയാണോ അളവെടുക്കുന്നത് ആ ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞ് ഉള്ള ഒരു കപ്പ് ഉഴുന്നിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൂടുതൽ ഉഴുന്നെടുക്കുന്നവർക്ക് ഇത് അളവെല്ലാം കൂടുതലായിട്ട് എടുക്കണം. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കേബേജ് ചേർക്കാവുന്നതാണ്. അത് കേബേജ് ഇല്ലാത്തവർക്ക് ക്യാരറ്റ് യൂസ് ചെയ്യാം. പിന്നെ പച്ചമുളക്, ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി ഇടാം. ഇഞ്ചി ഇല്ല, ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇടുന്നില്ല. അപ്പോൾ ഇഞ്ചി നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഇഞ്ചി ഇടണം. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിലൊന്ന് തൊട്ട് നമ്മൾ 2 കൈയും വെള്ളത്തിലൊന്ന് നനച്ചെടുക്കണം. അതിനുശേഷം മാവ് വെള്ളത്തിൽ തൊട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രമേ അത് ഇളകി വരത്തുള്ളൂ. ഇത് ഇതുപോലെ ഇട്ടിട്ട് ചീനിച്ചട്ടിയിൽ ഇത് വേകുമ്പോൾ എണ്ണ ആകുമ്പോൾ ഒന്ന് ഈസി ആയിട്ട് മാവ് നമ്മുടെ കയ്യിൽ നിന്ന് ഇളകി പോരാനായിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ നനവ് ഉണ്ടാവണം. നന്നായിട്ട് വെള്ളം ഒന്ന് തടവി കൊടുക്കുമ്പോഴത്തേനും ഈ മാവ് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതാണ്. അല്ലാതെ നമ്മൾ ഈ മാവ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കറക്റ്റ് ഷേപ്പും കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കറക്റ്റ് എണ്ണയിലോട്ടൊന്ന് തട്ടിക്കൊടുത്ത് എല്ലാ ഉഴുന്നുവടയെല്ലാം നമുക്ക് റെഡിയായിട്ട് ഈസി ആയിട്ട് എടുക്കാം. കണ്ട, നല്ല ഈസി ആയിട്ട് നമുക്ക് മാവ് ഇളകി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് പച്ചവെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം മാവ് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വട ഉണ്ടാക്കി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചെറിയൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നിയിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ മല്ലിയില കൂടി ചേർത്തതുകൊണ്ടാണ് ഒരു പച്ച കളർ. അപ്പോൾ എല്ലാവരും നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഉഴുന്നുവട ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനുള്ള ടിപ്പെല്ലാം കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അയയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.